ഹലോ ഗായ്സ്, ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സിഗ്മ മെയിലാണ് ഗായ്സ്. എനിക്ക് യു കെയിൽ ഒരുപാട് കാർ കളക്ഷനുണ്ട്. 21 വണ്ടികൾ തന്നെ എൻ്റെ പക്കലുണ്ട് ഗായ്സ്. ഞാനൊരു സിഗ്മ മെയിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പെൺപിള്ളേരെ ഞാൻ നോക്കത്ത് പോലുമില്ല. വേണമെങ്കിൽ അവർ എന്നെ നോക്കിക്കോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാനിപ്പോഴും ഇടുന്നത്. അതുകൊണ്ട് എന്താ, എനിക്ക് എന്നെ നോക്കാൻ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അതുപോലെ നിങ്ങളും സിഗ്മ മെയിലാവണം സുഹൃത്തുക്കളെ. എന്നാൽ ഈ പെണ്ണുങ്ങൾ നിങ്ങളെ എല്ലാവരെയും നോക്കത്തുള്ളൂ. നിങ്ങൾ നോക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഉപദേശം. മാത്രവുമല്ല, എനിക്കൊരു ബിസിനസ്സുണ്ട്. ഞാനൊരു മൾട്ടി മില്യണറാണ്. എനിക്ക് ഒരുപാട് ബിസിനസ്സുകളിൽ ഷെയർ ഉണ്ട്. എൻ്റെ ജീവിതം എല്ലാവരും ഒന്ന് കണ്ടു പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ്. കാരണം ഞാനൊരു സിഗ്മ മെയിലാണ് ഗൈസ്, സിഗ്മ മെയിൽ. എന്നെക്കുറിച്ച് പറയാനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഞാൻ എപ്പോഴും പ്രചോദനങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. എൻ്റെ പ്രചോദനം കാരണം എത്ര പേരാണെന്നറിയാമോ എൻ്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അങ്ങനെ അവരെല്ലാം രക്ഷപ്പെട്ടു ഗൈസ്. പിന്നെ എനിക്ക് സിഗ്മ മെയിൽ എന്ന ഞാൻ ചിലപ്പോഴൊക്കെ പുച്ഛിക്കാറുണ്ട്, ആളുകളെ പുച്ഛിച്ച് തള്ളാറുണ്ട്. അത് സിഗ്മ മെയിലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എപ്പോഴും ഒരു പുച്ഛം അത് മുഖത്ത് സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. അതൊരിക്കലും കളയാൻ പാടില്ല, അത് മുഖത്ത് കാണണം. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഗൈസ്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇനി കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വലിയ ഒരു വണ്ടി വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും, സർപ്രൈസ്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്, എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് പാർട്ട്നേഴ്സിനെ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. വന്ന് കയറി വരുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവുന്നതായിരിക്കും. ഒരുപാട് കാശുകൾ മുടക്കിയാൽ ഒരുപാട് കാശ് ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ ഒരു സിഗ്മ മെയിൽ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചധികം ഉപദേശങ്ങൾ ഈ നാട്ടിലെ ആൺകുട്ടികളടുത്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ എന്തായാലും നൽകുന്നുമുണ്ട്. അതിനിയും ഞാൻ നൽകിക്കൊണ്ടിരിക്കും. ഒരിക്കലും പെൺപിള്ളേരുടെ പുറകെ പോകരുത്, മുന്നേയും പോകരുത്, നടുക്കൂടെയും പോകരുത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ളൊരു മനസ്സമാധാനം, ആത്മശാന്തി, ആത്മനിർവൃതി ഇവയെല്ലാം വന്നു ചേരുന്നത്. ഇത്രയുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. നമ്മളെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു സിഗ്മ മെയിലാവും. അപ്പോൾ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം നിങ്ങളാരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ബൈ.